ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നെല്ലിക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാലക്കാടൻ റെസിപ്പിയാണ് കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അത്യാവശ്യം വലുപ്പമുള്ള നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി അങ്ങ് വലുതല്ല, ഒരു മീഡിയം ടൈപ്പ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം നമുക്ക് കറിക്ക് വേണ്ടി എടുക്കണ്ട. ഇതിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു 4 എണ്ണം അത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. നെല്ലിക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പലതരത്തിലുള്ള കറികളൊക്കെ, അതിൻ്റെയൊക്കെ ലിങ്ക്, നെല്ലിക്ക രസമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ നെല്ലിക്ക റെസിപ്പി സിമിയാസ് ബ്യൂട്ടി മാജിക് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി, അല്ലെങ്കിൽ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാ ആദ്യം ഇത്രയും വലിപ്പമുള്ള ഒരു നെല്ലിക്ക എടുത്തു. ഇതേ വലിപ്പത്തിലുള്ള ഒരു 4 നെല്ലിക്ക, അതാണ് ഞാനിതിന്ന് എടുക്കുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെയുള്ള പീസാക്കി അതിൻ്റെ ആ അരി മാറ്റിയതിന് ശേഷം ഇതുപോലെയുള്ള ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് നമുക്ക് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് ഒത്തിരി അങ്ങ് ചെറിയ പീസാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിതാ ഇതുപോലെ എല്ലാം ഒരു 4 എണ്ണം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറിയതാണെന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം 6 എണ്ണം ഒക്കെ എടുക്കാം കേട്ടോ. അളവങ്ങ് ഒരുപാട് കൂട്ടണ്ട. ഒരുപാട് ചെറുതാണെങ്കിൽ 6 എണ്ണം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 എണ്ണം ആക്കാം, അത്രയൊക്കെ മതിയാവും കേട്ടോ. നെല്ലിക്കയുടെ അളവങ്ങ് ഒരുപാട് കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലർ സാധാരണ രീതിയിൽ ഇത് ചെയ്യുമ്പോൾ പച്ചയ്ക്ക് തന്നെ അരച്ചിട്ടാണ് ചെയ്യുന്നത്, വേവിച്ച് ചെയ്യുന്നവരും ഉണ്ട്. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് പച്ചയ്ക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, അതിൻ്റെ ഗുണങ്ങളൊന്നും പോലുമില്ല, അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട്, ഒരുപാട് അങ്ങ് വെന്തുടയുന്ന പരുവമൊന്നും ആവരുത്, ലൈറ്റായിട്ടൊന്ന് വേവിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്നൊരു ഇത്തിരി വേവിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു സ്വല്പം ഉപ്പും ഒരു ഇത്തിരി വെള്ളത്തിൻ്റെ അളവും ഒരുപാട് കൂട്ടരുത്, ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. പച്ചവെള്ളമാണെങ്കിലും മതി, പക്ഷേ വെള്ളത്തിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് ഉപ്പിട്ട് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. വെന്തങ്ങ് ഉടയും, നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഉടയുന്ന പരുവമൊന്നും ആവരുത്, ലൈറ്റായിട്ടൊന്ന് ചൂടായി കിട്ടുക, അത്രയും മതിയോ. ഒരു പിടി നിറച്ച് തേങ്ങ എടുക്കുക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിനനുസരിച്ച് വറ്റൽമുളകും പച്ചമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. വറ്റൽമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും അളവ് ഒരുപാട് കൂടരുത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് പച്ചമുളക് ഞാൻ പകുതി ഇട്ടിട്ടുള്ളൂ. നല്ല എരിവൊക്കെ വേണ്ടുന്നവർക്ക് ഒരു പച്ചമുളക് ഇടാം, 1-2 വറ്റൽമുളക് വേണമെങ്കിൽ ഇടാം, അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ സ്വല്പം വെള്ളം ഉണ്ടായിരുന്നല്ലോ, ആ വെള്ളത്തോട് കൂടി ആ നെല്ലിക്കയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഒന്ന് ചൂടാറിയിട്ടേ ഞാൻ അരച്ചെടുക്കുന്നുള്ളൂ. സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ജീരകം ചേർക്കുന്നവരുണ്ട്, ഒരു പൊട്ട് ജീരകം, ഒരു നുള്ള് ജീരകം, ചെറിയ ജീരകം ചേർത്ത് അരയ്ക്കുന്നവരും ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. വെള്ളം ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട്, വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അടിച്ചെടുക്കാം, ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കരുത്. ഒരു ഇത്തിരി വെള്ളം, അത് അരയ്ക്കാൻ വേണ്ടിയുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. അതൊന്ന് അരച്ച് വെച്ചിട്ട് നമുക്കൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ച് ഒരു നുള്ളു ഉലുവ കേട്ടോ. ഉലുവയുടെ അളവൊന്നും ഒരുപാട് കൂടരുത്, ഒരു നുള്ളു മതി. എന്നിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, വെള്ളം അധികം ഇല്ല, അരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം മതിയാവും, അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാവണം. അതായത് ഒരുപാടിട്ട് വെട്ടി തിളപ്പിക്കുകയൊന്നും വേണ്ട, ഒന്ന് ചൂടാവുക. ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ബാക്കിയെല്ലാം സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ്. നമ്മൾ വെള്ളവും ഉപ്പും ഇട്ട് നെല്ലിക്ക വേവിക്കുന്നുണ്ടല്ലോ, വേവിക്കുന്നതിന് പകരം ഈ തേങ്ങയുടെ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ആ നെല്ലിക്ക ഇട്ട് അരച്ചെടുക്കുക. സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്, ചിലർ വേവിച്ചും ചെയ്യും, അത്രയും വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾക്കത് അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അരച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് കറിവേപ്പില ചേർത്തു. ചിലർ ചൂടാക്കുക തന്നെ ഇല്ല കേട്ടോ, ആ നെല്ലിക്കയും തേങ്ങയും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇത് തേങ്ങ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു മിനിറ്റ് മതി, ഒന്ന് ചൂടാക്കുക, ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. തിളക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് പോവും. അതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഇതിനകത്തേക്ക് തൈരും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടിച്ചെടുത്തതാണ്, 1 കപ്പോളം. തൈര് മാത്രം ചേർത്ത് കൊടുക്കണം എന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്തിട്ട് ഒരു മോരിൻ്റെ പരുവമായിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ഇളക്കി യോജിപ്പിക്കുക.
ഓവർ പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ. എന്നാൽ തീരെ പുളിയില്ലാതെ ആവരുത്. കാരണം നെല്ലിക്കയ്ക്കും ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ തൈരിൽ ഒത്തിരി പുളിയായി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഒരുപാട് അങ്ങ് പുളിയായിപ്പോവും. അതുകൊണ്ട് തന്നെ അധികം പുളിയുള്ള തൈര് വേണ്ട. എന്ന് കരുതി തീരെ പുളിയില്ലാത്ത തൈര് കൊടുക്കരുത്. ഒരു ചെറിയ പുളിയുള്ള തൈര് അത്രയും മതിയാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഒന്നെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇത്തിരി നേരം ഒന്ന് ചൂടാവണം. അതായത് തിളക്കരുത്, ഒന്ന് ചൂടായി എന്ന് തോന്നുന്നൊരു പരുവം. ആ സമയമാകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിതിനകത്തേക്ക് ഒരു സ്വല്പം പഞ്ചസാര, ഒരു നുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തു. ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പൊക്കെ എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറിക്ക് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എരിവും പുളിയും എല്ലാം കൂടെ ചേർത്തിട്ടൊരു കറിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ല ലോ ഫ്ലെയിമിലാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് ജോയിൻ്റായി വരുമ്പോൾ, ഒന്ന് യോജിച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തിളയ്ക്കരുത്, ശ്രദ്ധിക്കുക കേട്ടോ. തൈര് ചേർത്തിട്ട് തിളയ്ക്കാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത്. പലരും പല രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വേവിക്കാതെ ചെയ്യുന്നവരുണ്ട്. അതൊരു 4 നെല്ലിക്ക ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ ഉപ്പും മുളകും, വറ്റൽമുളകും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ, ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ട് അതിനകത്തേക്ക് തന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്ക ചേർത്തിട്ട് അടിച്ചെടുക്കുക. ഒന്ന് അടിച്ചെടുക്കുക. ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചതിന് ശേഷം അതിനകത്ത് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം തൈര് ചേർക്കുക. നല്ല കട്ട തൈര്, മോരല്ല ചേർക്കുന്നത്, നല്ല കട്ട തൈര് ചേർത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം പരുവം, ലൂസാവില്ല, ഒത്തിരി അങ്ങ് തിക്കാവില്ല, കുറച്ചങ്ങനെ കുറുകിയിരിക്കുന്ന ഒരു പരുവത്തിലെടുക്കും. അതായത് നമുക്ക് എത്രത്തോളം ലൂസാവണോ അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കുക. വെള്ളം പോലെ ആക്കില്ല, ഇതുപോലെ ഒഴിച്ചുകറി പോലെ ആകില്ല, ഒന്ന് തിക്കായിട്ടിരിക്കും കേട്ടോ. കുറച്ചൊരു തിക്നെസ്, നമ്മുടെ ഈ പച്ചടിയൊക്കെ നമ്മളിങ്ങനെ കോരിയെടുക്കില്ലേ, ആ ഒരു പരുവം പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വേണ്ടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവുന്നു എന്ന് തോന്നുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അങ്ങനെ തന്നെ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ പറഞ്ഞ പോലെ നെല്ലിക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരോ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നെല്ലിക്ക റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.